നമസ്കാരം. ലോകകപ്പ് വിശേഷങ്ങളുമായി ലോക ചാപ്റ്റർ 2026 തുടങ്ങുകയാണ്. 2020 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ ആകാംക്ഷ. ലോകകപ്പിൽ ഇപ്പോൾ മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തീരുമാനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമോ ഇല്ലയോ എന്ന തീരുമാനത്തിൽ നിർണായക യോഗത്തിനായി ICC പ്രതിനിധികൾ ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ട്, ലാഹോറിൽ എത്തിയിട്ടുണ്ട്. PCB നേതൃത്വവുമായി ചർച്ച തുടരുകയാണ്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രതിനിധികളുമായും PCB ചർച്ച നടത്തുന്നുണ്ട്. മനീഷ് ഷാം എത്തിച്ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ക്രിക്കറ്റ് ലോകകപ്പ് ഡെസ്കിൽ നിന്ന്. മനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു ലോകകപ്പ് വരുമ്പോൾ എപ്പോഴും പതിവ് പോലെ കാണുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെയാണ്. അത് പിന്നീട് നോക്കൌട്ട് സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ വരികയാണെങ്കിൽ വലിയ ആവേശത്തോടെ കാണുന്നതാണ് കണ്ടത്. പക്ഷേ ഇത്തവണ ഏറ്റവും ആവേശം കെടുത്തുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മത്സരം നടക്കില്ല എന്ന കാര്യമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ മത്സരം എങ്ങനെയെങ്കിലും നടത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തീർച്ചയായും രുചീഷ്, പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാത്രമാണ് ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ പോരാട്ടം എന്ന് പറയാൻ കഴിയുക. ബാക്കി ടീമിൽ ആ ഗ്രൂപ്പിലെ മറ്റംഗങ്ങളെ എടുത്ത് നോക്കിയാൽ തന്നെ താരതമ്യേന ദുർബലരായ ടീമുകളാണ് അവരൊക്കെ തന്നെ. അപ്പോഴും ഏറ്റവും ഒരു ആവേശകരമായ ഒരു മത്സരം നടക്കേണ്ടിയിരുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെയായിരുന്നു. മുൻ ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആ ഗ്രൂപ്പ് ഘട്ടത്തിൽ നടക്കുന്നില്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ ലോകകപ്പിന്റെ ആവേശമേ കെടും എന്നുള്ളത് തന്നെയായിരുന്നു സാഹചര്യം. അങ്ങനെ ഇരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ICC ഒരു അവസാന ശ്രമം എന്ന നിലയിൽ നിലവിൽ ഇപ്പോൾ ലാഹോറിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പാകിസ്ഥാനുമായി നടത്തുന്ന ചർച്ച ഈ ഒരു മത്സരം എങ്ങനെ നടത്താം എന്നുള്ളതായിരിക്കും. അതിൽ പാകിസ്ഥാൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുക എന്നതുകൂടിയാണ് ICCയുടെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് പ്രതിനിധികളും ഇന്ന് ലാഹോറിലുണ്ട്. ഈ ആദ്യം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളവർ ചേർന്ന് ഈ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡുമായിട്ടൊരു ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ICCയുമായിട്ട് PCB മറ്റൊരു ചർച്ച നടത്തുക. അതിൽ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതൊരു ശുഭ പ്രതീക്ഷ തന്നെയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊളംബോയിലാണ് ഫെബ്രുവരി 15-ാം തീയതി ഈ മത്സരം നടക്കേണ്ടത്. ഈ കൊളംബോയിൽ മത്സരം നടക്കുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള ഒരുക്കങ്ങളാണ് ശ്രീലങ്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മത്സരം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് ബ്രോഡ്കാസ്റ്റേഴ്സിന് ഉണ്ടാക്കുന്ന നഷ്ടം പോലെ തന്നെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം വരുത്തി വെക്കുമെന്നുള്ളതാണ്. ടിക്കറ്റ് വിറ്റുപോയത് അടക്കമുള്ള വലിയ പ്രതിസന്ധി ക്രിക്കറ്റ് ബോർഡിനും ഉണ്ടാകും, അത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനും ഉണ്ടാകും. അതിന്റെ ഒരു പ്രതിസന്ധി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് ഇന്നലെ തന്നെ അറിയിക്കുകയുണ്ടായി. അത് ICCക്കും ഈ ഒരു വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ICC ഒരു അനുനയ നീക്കത്തിലേക്ക് നീങ്ങുന്നത്. നേരത്തെ പാകിസ്ഥാന് ശക്തമായ താക്കീത് ICCയുടെ ഭാഗത്തു നിന്ന് നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൂടി അറിയിച്ചതിനപ്പുറത്തേക്ക് ICCയെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചില്ല എന്നുള്ളതായിരുന്നു ICC പറഞ്ഞത്. അതിനു മുമ്പേ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഫൈൻ ചുമത്തുന്ന കാര്യം അടക്കം പറഞ്ഞുകൊണ്ടാണ് ICC ഇതിനെ നേരിട്ടത്. പക്ഷേ അതൊന്നും വിലപ്പോകാത്തൊരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ അനുനയ നീക്കത്തിലേക്ക് ICC ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും രണ്ട് പ്രതിനിധികളാണ് ICCയുടെ ഇപ്പോൾ ലാഹോറിലുള്ളത്. ഇവർ ഇന്ന് PCB ആയിട്ടൊരു ചർച്ചയുണ്ടാവും. ആ ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു മത്സരം ഉണ്ടെങ്കിൽ ലോകകപ്പിന്റെ ആവേശം ഇരട്ടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഇന്ത്യയെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബഹിഷ്കരിക്കുന്ന വലിയ തട്ടുകേട് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അതൊരു നോക്കൌട്ട് റൗണ്ടിലേക്ക് വരുമ്പോൾ ആ ബഹിഷ്കരണം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ഇങ്ങനെ ബഹിഷ്കരണം തുടർന്നാൽ ഇപ്പോൾ ഒരു സെമിയിലോ അല്ലെങ്കിൽ ക്വാർട്ടറിലോ ഒക്കെ ഇന്ത്യയെ നേരിടേണ്ടി വന്നാൽ ബഹിഷ്കരണം നടക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ പാകിസ്ഥാന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കത്തിന് തന്നെയാണ് സാധ്യത. എന്തായാലും ശുഭപ്രതീക്ഷയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കൊളംബോയിൽ ഫെബ്രുവരി 15-ാം തീയതി നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. രുചി, ശരി മനീഷ, അത് തന്നെയാണ് കാരണം. ഈ മത്സരം നടത്താൻ എന്തായാലും പാകിസ്ഥാൻ തയ്യാറായില്ല എങ്കിൽ അത് പിന്നീട് കൂടുതൽ നടപടികളിലേക്ക് പോകും. അതോടൊപ്പം തന്നെ നമുക്കറിയാം 2007 ലോകകപ്പിലൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ഒരു ഘട്ടത്തിൽ ആ ലോകകപ്പിന് തന്നെ അത് വലിയ ശോഭ കെടുത്തുന്ന സാഹചര്യമായി. ഒരുപാട് നഷ്ടം ഈ ബ്രോഡ്കാസ്റ്റേഴ്സിനും അതോടൊപ്പം ആ രാജ്യത്തിനും തന്നെ. വെസ്റ്റ് ഇൻഡീസിനായിരുന്നു ആതിഥേയരായത്. ആ വെസ്റ്റ് ഇൻഡീസിന് വലിയ നഷ്ടം ഉണ്ടാകുന്നത് കണ്ടു. എന്തായാലും അത്തരം ഒരു നഷ്ടത്തിലേക്ക് പോകരുത് എന്ന ആഗ്രഹം ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനുണ്ട്. കൊളംബോയിലാണ് മത്സരം നടക്കേണ്ടത്. നമ്മൾ ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി പരിശോധിച്ചാൽ ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ബാറ്റർമാരുടെ പ്രകടനം ആശങ്കപ്പെടുത്തുന്നതാണ്. അതിലേറെ സഞ്ജു സാംസൺ തുടർച്ചയായ രണ്ടാം ലോകകപ്പിലും ബെഞ്ചിലിരിക്കും എന്ന സൂചനയാണ് ആദ്യ മത്സരം നൽകുന്നത്. ഖിലാഫ അഹമ്മദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഖിലാഫ, നമ്മൾ കണ്ടത് കഴിഞ്ഞ ഈ ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള പരമ്പരകളിലേക്ക് വരുമ്പോൾ കണ്ടത് സഞ്ജു സാംസൺ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർ, ഓപ്പണിംഗ് ബാറ്റർ, അതോടൊപ്പം വിക്കറ്റ് കീപ്പറും സഞ്ജു ആയിരിക്കും എന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ന്യൂസിലൻഡിനെതിരായ പരമ്പര കഴിഞ്ഞ് ലോകകപ്പിലേക്ക് എത്തുമ്പോൾ സഞ്ജു ബാക്കപ്പ് ഓപ്പണറായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്.
തീർച്ചയായും രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കിവീസിനെതിരായ പരമ്പരയ്ക്ക് മുന്നോടിയായി തന്നെ ടീം പ്രഖ്യാപിക്കുമ്പോൾ ഈ സഞ്ജു സാംസണായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറും അതേപോലെ തന്നെ ഒന്നാം വിക്കറ്റ് കീപ്പറുമായി ടീമിൽ ഭാഗമായത്. എന്നാൽ കിവീസ് പരമ്പര കഴിഞ്ഞതോടെയാണ് താരത്തിന്റെ സ്ഥാനം തന്നെ നഷ്ടമായത്. അതായത് ബെഞ്ചിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ, അതായത് കിവീസ് പരമ്പരയിൽ അടക്കം ഒരു മികച്ച പ്രകടനം താരത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇഷാൻ കിഷൻ ഓപ്പണറായി എത്തുന്നത്. അതായത് ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോമിലുണ്ടായിരുന്ന ഇഷാൻ കിഷനെ ടീമിലേക്ക് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തുന്നു. പിന്നാലെ തിലക് വർമ്മ പരിക്കേറ്റ് പുറത്തായതോടെ ഇഷാൻ കിഷൻ ടീമിൽ 3-ാം നമ്പറിൽ ഇറങ്ങുന്നു. ഈ 3-ാം നമ്പറിൽ ഇറങ്ങുമ്പോൾ ആ ഒരു സ്ഥിരത, ആ ഒരു താരത്തിന്റെ കിട്ടിയ അവസരം മുതലാക്കിയതോടെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. സെഞ്ചുറി ഉൾപ്പെടെ താരം നേടുന്നു. ഇതോടെ കൂടിയാണ് താരത്തിന് ഈ ഒരു ടീമിൽ സ്ഥിര സാന്നിധ്യമാവുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പരിക്കേറ്റിരുന്ന തിലക് വർമ്മ തിരിച്ചെത്തുമ്പോൾ 3-ാം നമ്പറിലേക്ക് തിലക് വർമ്മ തന്നെ തിരിച്ചെത്തുന്നു. കൂടാതെ മിന്നും ഫോമിലുള്ള ഇഷാൻ കിഷൻ അതായത് ഓപ്പണറായി അഭിഷേക് ശർമ്മയ്ക്കൊപ്പം എത്തുന്നു. വിക്കറ്റ് കീപ്പിംഗിലും സഞ്ജു സാംസനെ ഒഴിവാക്കി കഴിഞ്ഞ കിവീസ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ സഞ്ജു സാംസനെ ഒഴിവാക്കി ഇഷാൻ കിഷാനെയാണ് പരിഗണിച്ചത്. ഇതിന് പിന്നാലെ തന്നെ നമുക്ക് സൂചന ലഭിച്ചിരുന്നു. അതായത് മിന്നും ഫോമിലുള്ള ഇഷാൻ കിഷാനെ തന്നെയായിരിക്കും ഈ ഒരു ലോകകപ്പിലും വിക്കറ്റ് കീപ്പറായിട്ടും അതേപോലെ തന്നെ ഓപ്പണറായിട്ടും പരിഗണിക്കുക എന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ മത്സരത്തിലും കാണുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ മോശം പ്രകടനം തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു കരുത്തരല്ലാത്ത ടീമിനെതിരെ പോലും സഞ്ജുവിന് അവസരം ലഭിക്കാത്തതോടെ ഈ ഒരു ടീമിൽ, അതായത് സൂപ്പർ 8ലേക്ക് പോകുമ്പോൾ ആ ഒരു ടീമിൽ എന്തായാലും ഈ സഞ്ജുവിന് അവസരം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. രുജീഷ്, ശരി, ഖിലാഫ് തന്നെയാണ്. കാരണം ഈ പ്രാഥമിക ഘട്ടത്തിലുള്ള ദുർബലരായ ടീമുകളോട് പോലും സഞ്ജുവിനെ കളിപ്പിച്ചില്ല എങ്കിൽ ശക്തരായ ടീമുകൾ എത്തുമ്പോൾ സൂപ്പർ 8ൽ എന്തായാലും അവസരം വരാൻ സാധ്യത കുറവാണ്. മറ്റൊരു താരത്തിന് പരിക്കേറ്റില്ല എങ്കിൽ സഞ്ജുവിന് ഈ ലോകകപ്പിലും ബെഞ്ചിലിരിക്കേണ്ടി വരും എന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. നമ്മൾ മുഹമ്മദ് സിറാജിന്റെ ഇന്നലത്തെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ വൈറലാണ്. ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയപ്പോൾ വിശ്വസിക്കാനായില്ലെന്ന് പേസർ മുഹമ്മദ് സിറാജ് പറഞ്ഞു. സൂര്യകുമാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്വപ്നം പോലെ തോന്നി. ലോകകപ്പ് കളിക്കുകയെന്നത് സ്വപ്നമായിരുന്നുവെന്നും പരമാവധി മികച്ച പ്രകടനം നടത്തുമെന്നും മുഹമ്മദ് സിറാജ് പറഞ്ഞു. जब मैं फ्लाइट में भी बैठा था मुझे ऐसा लग रहा था ये एक ड्रीम है. ऊपर वाले ने जो पूरी तकदीर चेंज कर दी, क्योंकि 24 आवर्स में फैमिली के साथ टाइम स्पेंड कर रहा था. सडनली सूर्या भाई कॉल मी, मियाँ रेडी हो जा, बैग पैक करके आ जा. मैं बोला सूर्या भाई मजाक मत करो, क्योंकि ये सब होने वाला नहीं है. तो बोले कि मियाँ मैं सच कह रहा हूँ, रेडी हो जा. ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റതോടെയാണ് മുഹമ്മദ് സിറാജിനെ ടീമിലെടുത്തത്. ജസ്പ്രീത് ബുംറയ്ക്ക് പനിയായതോടെ ആദ്യ മത്സരത്തിലും അവസരം നൽകി. ഓപ്പണർമാരെ അടക്കം 3 വിക്കറ്റ് വീഴ്ത്തിയ സിറാജിന്റെ പ്രകടനമാണ് അമേരിക്കയെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കരുത്താവുകയും ചെയ്തത്. ഇന്ന് നടന്ന മത്സരത്തിന്റെ റിസൾട്ട് കൂടി ഒന്ന് പരിശോധിച്ചാൽ T20 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് 5 വിക്കറ്റ് ജയം, 182 റൺസ്. 18-ാം ഓവറിൽ ന്യൂസിലൻഡ് മറികടന്നു. 42 പന്തിൽ 65 റൺസ് എടുത്ത ടീം സീഫേർട്ടാണ് കളിയിലെ താരം. നേരത്തെ ഗുൽബാദിൻ നെയ്ബിന്റെ അർദ്ധ സെഞ്ചുറിയാണ് അഫ്ഗാനിസ്ഥാന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ നേപ്പാളിന് ഇപ്പോൾ നടക്കുന്ന മത്സരമാണ്. നേപ്പാളിന് 185 റൺസാണ് വിജയലക്ഷ്യം. T20 ലോകകപ്പിൽ ആദ്യ ജയത്തിൽ ഇന്ത്യക്ക് നിർണായകമായത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ പ്രകടനമാണ്. അമേരിക്കയുടെ പേസ് ആക്രമണത്തിൽ സഹതാരങ്ങൾ കീഴടങ്ങിയപ്പോൾ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇന്ത്യയെ മുന്നിൽ നിന്നാണ് നായകൻ നയിച്ചത്. മുംബൈ വാങ്കഡയിൽ ഇന്ത്യൻ താരങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ പതറിയപ്പോൾ ഒരറ്റത്ത് പോരാളിയുടെ വേഷമണിഞ്ഞ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 77 റൺസിനിടെ 6 വിക്കറ്റ് വീണപ്പോൾ തളരാതെ പോരാടിയ പോരാളി. ഇന്ത്യയെ 161 എന്ന പൊരുതാവുന്ന സ്കോറിലേക്കാണ് സൂര്യ എത്തിച്ചത്. 360 ഡിഗ്രി ഷോട്ടുകളിൽ റൺസ് കണ്ടെത്തുന്ന സൂര്യ അമേരിക്കയ്ക്കെതിരെ തന്റെ സ്വതസിദ്ധ ശൈലിയിൽ നിന്ന് മാറി സന്തുലിത ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത്. ആദ്യം മെല്ലെ തുടങ്ങിയ നായകൻ പിന്നീട് ഉഗ്രരൂപം കൊണ്ടു. സ്കോർ ചലിപ്പിക്കാൻ ഗ്രൗണ്ടിന്റെ നാനാഭാഗത്തേക്കും പ്രഹരിച്ചു. 49 പന്തിൽ 4 സിക്സും 10 ഫോറും അടക്കം നായകന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് 84 റൺസ്. അവസാന ഓവറിൽ മാത്രം 21 റൺസ്. വാങ്കഡയിൽ ക്യാപ്റ്റനായി മുന്നിൽ നിന്ന് നയിച്ച സൂര്യ ഇന്ത്യക്കായി ഇതിനു മുൻപും ഹീറോയിക് പരിവേഷം അണിഞ്ഞിട്ടുണ്ട്. 2024 ലോകകപ്പ് ഇന്ത്യക്ക് നേടാൻ കരുത്തായത് സൂര്യയുടെ കൈകളായിരുന്നു. അന്ന് ഇന്ത്യയുടെ 13 വർഷത്തെ ലോക കിരീടത്തിന്റെ വരൾച്ച അവസാനിപ്പിക്കാൻ ലോങ് ഓഫിൽ കൈപ്പിടിയിലാക്കിയത് ഡേവിഡ് മില്ലറെ.
2020 ലോകകപ്പിൽ ക്യാപ്റ്റനായുള്ള ആദ്യ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടിത്തിളങ്ങിയ സൂര്യകുമാറിന്റെ പ്രകടനം ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് കരുത്താകും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. നമീബിയക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യക്ക് ആശ്വാസമേകി പരിക്കേറ്റ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ തിരിച്ചെത്തുന്നു. താരം ഡൽഹിയിൽ ടീമിനൊപ്പം ചേരുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അറിയിച്ചു. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലാണ് താരത്തിന് പരിക്കേറ്റത്. ബംഗളൂരുവിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷമാണ് താരത്തിന് കളിക്കാനുള്ള മെഡിക്കൽ ക്ലിയറൻസ് BCCI നൽകിയത്. നാല് തവണ ഫുട്ബോൾ ലോകകപ്പ് ഉയർത്തിയ ഇറ്റലി ചരിത്രത്തിൽ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ ഇറങ്ങും. സ്കോട്ട്ലൻഡാണ് ആദ്യ മത്സരത്തിൽ അസൂറിപ്പടയുടെ എതിരാളികൾ. കായിക ലോകത്ത് ഇറ്റലി എന്ന പേര് വിജയത്തിന്റെ പര്യായമാണ്. പക്ഷേ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ആ പേര് എഴുതി ചേർക്കാൻ അവർക്ക് താങ്ങേണ്ടി വന്നത് കഠിനമായ വഴികൾ. അസാധ്യമെന്ന് പലരും കരുതിയെടുത്തു നിന്ന് പോരാടി നേടിയതാണ് ഈ ലോകകപ്പ് ടിക്കറ്റ്. ക്രിക്കറ്റ് ലോകകപ്പിലേക്കുള്ള അവസാന യൂറോപ്യൻ യോഗ്യതാ മത്സരത്തിൽ ഇറ്റലി നെതർലൻഡ്സിനോട് വീണെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ പിൻബലത്തിലാണ് അസൂറികൾ ലോകകപ്പിനെത്തിയത്. പോയിന്റ് പട്ടികയിൽ സ്കോട്ട്ലൻഡിനും ഇറ്റലിക്കും 5 പോയിന്റ് വീതം ഉണ്ടായിരുന്നെങ്കിലും നേരിയ റൺ റേറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇറ്റലി മുന്നേറിയത്. വെറുമൊരു ഭാഗ്യമല്ല, മറിച്ച് തളരാത്ത പോരാട്ട വീര്യത്തിന്റെ ഫലം. ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്ത നായകൻ ജോ ബേൺസ് ടീമിലില്ലെന്ന തിരിച്ചടി നേരിട്ടിട്ടും പതറാതെ വെയിൻ മാർട്സിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പടയൊരുക്കത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു അസൂറികൾ. ലോകകപ്പിലേക്ക് എത്തുമ്പോൾ അനുഭവസമ്പന്നനായ വെയിൻ മാർട്സിനും ദക്ഷിണാഫ്രിക്കൻ കരുത്തുമായെത്തുന്ന ജെ സ്മട്സും നയിക്കുന്ന ഇറ്റാലിയൻ നിരയിൽ ഓരോ താരവും ഒരു പടയാളിയാണ്. ഗ്രാൻഡ് സ്റ്റിവാർട്ടും തോമസ് ഡ്രാക്കയും പന്തുകൊണ്ട് തീതുപ്പാൻ തയ്യാറെടുക്കുമ്പോൾ ഈഡൻ ഗാർഡൻസിലെ ചരിത്രപ്രസിദ്ധമായ മണ്ണിൽ പുതിയൊരു വിപ്ലവം പിറക്കുന്നതിന് കാത്തിരിക്കുകയാണ് ആരാധകർ. എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ ബാറ്റും പന്തും കൊണ്ട് മറുപടി നൽകാനാണ് അസൂറികൾ വരുന്നത്. ഗ്രൂപ്പ് സിയിലെ വമ്പന്മാരായ ഇംഗ്ലണ്ടിനും വെസ്റ്റ് ഇൻഡീസിനും മുന്നറിയിപ്പ് നൽകാനാണ് നാളത്തെ മത്സരത്തിൽ ഇറ്റലി കളത്തിലിറങ്ങുക. എതിരാളികളായി എത്തുന്നത് ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്ന് ICC പുറത്താക്കിയപ്പോൾ നറുക്കുവീണ സ്കോട്ട്ലൻഡ്. ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റ സ്കോട്ടിഷ് പടയ്ക്ക് ഇറ്റലിക്കെതിരെ ജയം അനിവാര്യം. നാളെ രാവിലെ 11 മണിക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. മഞ്ഞുമലകളും കടന്ന് ഇന്ത്യൻ പിച്ചുകളിലേക്ക് എത്തിയ പടയാളികളിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോക ചാപ്റ്റർ 2026 ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി